ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വെടിക്കെട്ടിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഓപ്പോസിറ്റ് ട്രെയിൻ പാസ് ചെയ്യുന്നു. ആ ഒരു ഇതുകൂടി അവതരിപ്പിക്കുക. അകത്തിരുന്ന് കേൾക്കുന്ന ട്രെയിൻ ശബ്ദം. ആ ഒരു ശബ്ദ വ്യത്യാസം. വീരൻ വന്നു അല്ലേ? വീരൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ആ പടിഞ്ഞാപ്പുറത്ത് വാതിൽ തുറന്നിട്ടത്. ഹോയ് ഹോയ് ഹോയ്. എല്ലാവരും വിഷ്വൽ സൺഡേയുടെ കടവോത്സവം എന്ന ഈ സൂപ്പർ മെഗാ പ്രോഗ്രാമില് കാണാൻ സാധിച്ചതിൽ വല്ലാത്ത സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ അടിപൊളി ഫുഡുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും വരണം. നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇങ്ങനെ സുധീറിന്റെ അതുപോലെ കരിന്തലക്കൂട്ടം, നിരവധി പ്രോഗ്രാമുകൾ ഇനി വരാൻ കിടക്കുന്ന ശബ്ദം ഒന്നും നമുക്ക് കേൾക്കാം. പിടികിട്ടി പിടികിട്ടി, ഇതവന്മാര് തന്നെ നോക്കി നിൽക്കാതെ അവന്റെ അപ്പോൾ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മാള വിഷ്വൽ സൺഡേ ഗ്രൂപ്പ് ഒരുക്കുന്ന മ്യൂസിക്കൽ കോമഡി ഷോ ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾ റെഡിയാണോ? നല്ല പടക്കം പൊട്ട പോലത്തെ കൈ തന്നെ. കാരണം കേരളത്തിൽ നിന്ന് ഒരുപാട് വേദികളിലൂടെയും അതുപോലെ ചാനലുകളിലൂടെയും എല്ലാം സുപരിചിതരായ ഒരു കൂട്ടം കലാകാരന്മാര് ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പെർഫോമൻസുകൾ നമുക്ക് ആസ്വദിക്കേണ്ടതുണ്ട്. നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങൾക്ക് നല്ല കയ്യടികൾ തന്ന് സഹായിക്കുക, സഹകരിക്കുക. കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്രിസ്തുമസ് ആഘോഷിച്ചതിന്റെ കഴിഞ്ഞെങ്കിലും നമുക്ക് ഒരു ഭക്തിഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാം ആരംഭിക്കാം. മനോമലകളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ ഇരുത്തി ചെടിയാ വളരെ നദിയോടെ എൻ മനോബലങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ ഇരുത്തി ചെടിയാ വളരെ നദിയോടെ
യഹോവേ. മനോമലകളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ ഇരുത്തി ചെടിയാ വളരേണമേ യഹോവേ. താങ്ക് യു. അടുത്ത ഗാനത്തിലേക്ക് കിടക്കുകയാണ്. താങ്ക് യു ജിബിൻ. ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും പറയുന്നു, ബാക്കിൽ നിൽക്കുന്നവര് ദയവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് കടന്നു വരിക, ഇവിടെ ഇരിക്കുക. കാരണം നിങ്ങൾ തരുന്ന ഓരോ കൈയടികളുമാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഊർജം. സിന്ദൂരക്കുറിയായ കാശ്മീർ, ജന്മനാടിന്റെ അതിരുകൾ കാക്കാനുള്ള പോരാട്ടത്തിൽ പ്രാണൻ വെടിഞ്ഞ വീരയോദ്ധാക്കളുടെ സ്മരണകൾ ജ്വലിക്കുന്ന ഭൂമി. പിറന്ന മണ്ണിൽ നിന്നും പ്രിയജനങ്ങളിൽ നിന്നും ഏറെ അകലെ കാലഭേദങ്ങൾ കരുണയില്ലാതെ വേഷപ്പകർച്ചയാടുന്ന മണ്ണിൽ കണ്ണു ചിമ്മാതെ കാവൽ നിൽക്കുന്ന നമ്മുടെ പടയാളികളെ മറന്നു പോകുന്നുണ്ട് നമ്മൾ പലപ്പോഴും. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവിടെ നിന്നും അവർ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കൊള്ളൂ, ഞാനിവിടെ ഉണർന്നിരിക്കുന്നു. നമുക്ക് നന്ദിയോടെ സ്മരിക്കാൻ ആ വീരയോദ്ധാക്കളെ. ഇന്ത്യയുടെ അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെ നമ്മുടെ ഭാരതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതി മരിച്ച ധീര ജവാന്മാരുടെ ആത്മാവിന് മുമ്പിൽ ഞങ്ങൾ ഈ കലാവിരുന്ന് സമർപ്പിക്കുന്നു.
ഒരിക്കൽ കൂടി മാള ഈശ്വരസന്റെ ഒരുക്കുന്ന മെഗാ മ്യൂസിക്കൽ ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ സ്വാഗതം. പ്രൗഢഗംഭീരമായ ഈ ഒരു വേദിയെ വീണ്ടും വളരെ മനോഹരമാക്കുന്നതിനായി നമ്മുടെ ഒരു അനുഗ്രഹീതനായ കലാകാരൻ അഷ്ടമി ചിറയുടെ കറുത്തമുത്ത് കലാഭവൻ മണിച്ചേട്ടന്റെ ഒരുപാട് നാടൻ പാട്ടുകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനായ സുമേഷ് ഏറ്റവും സ്നേഹത്തോടെ ഒരടിപൊളി ഗാനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്, നമ്മുടെ കൂപ്പണുകളും എടുത്ത് സഹകരിക്കണം. അതുപോലെ നമ്മുടെ ഫുഡ് പോയിന്റ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വിഭവ സമൃദ്ധമായ പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാന്തി ഓടപ്പുഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ താണ്ടി ഓടപ്പുഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ താണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണോ എന്നെ പിരിഞ്ഞോ നീ പോയില്ലേടി ഇന്നും നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരോ ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി കാണിച്ചു മരുമേ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോ കാണിച്ചു മരുമേ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രമായോ ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ താണ്ടി ഒരു സാറിനൊക്കെ എനിക്ക് കേൾക്കട്ടോ. കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരയ്ക്ക പച്ചില പാമ്പിനോ പത്തിയില്ല കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരയ്ക്ക പച്ചില പാമ്പിനോ പത്തിയില്ല ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടിയല്ലേ കൂടെ പോയത് കേട്ടോ. ആ ചേട്ടൻ നല്ലൊരു കയ്യിലോടത്തേ അങ്ങനെ പാടില്ലേ. കണച്ചുമരുമേ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രമായോ കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരയില്ല പച്ചില പാമ്പിനോ പതിയില്ല
വണ്ടിയിലോ കിട്ടുന്നോരായാസോ നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസോ നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പുഴ പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോടാണ്ടി. ഓടപ്പുഴ പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാട്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണോ എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നും നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരോ ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഇന്നും നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരോ ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണോ എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഒടപ്പുഴ പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാടി. ഒടപ്പുഴ പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാടി. ഒടപ്പുഴ പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാടി. കൂടപ്പുഴയാകെ അലഞ്ഞോ നാടി. കൂടപ്പുഴയാകെ അലഞ്ഞോ നാടി. ഓടപ്പുഴ പോലൊരു പെണ്ണിനെ കിട്ടില്ല. കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. താങ്ക് യു സുമേഷ്. ഈ ഒരു കൈഡി മതിയോ? നല്ല പടക്കപ്പെട്ട പോലത്തെ കൈഡി വേണ്ടേ? ബാക്കിൽ നിന്നും ഒരു കൈഡി പോലും കിട്ടണേ ഞങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് വാളയില് ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ ഇതിന്റെ പരിപാടികൾ ആസൂത്രണത്തിലായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളോടൊക്കെ കൂടുതലും സഹകരിച്ച് കുറച്ച് ഹിന്ദി തൊഴിലാളികളുണ്ട്. അപ്പൊ അവർക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു അടിച്ചുപൊളി ബോളിവുഡിലെ ഇക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ലൈലാമോ ലൈല എന്ന ഇക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു ഗാനം ആരംഭിക്കുന്നു. സിജി ജോളി ഒട്ടനവധി പ്രൊഫഷണൽ സമിതികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതയായ കലാകാരി ശ്രീ സിജി ജോളിയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കൈയടിച്ചൊന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചേ അല്ലേ? ആ, എനിക്കറിയാം എല്ലാവരുടെ കയ്യിലും മൊബൈലും അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ഇടയ്ക്ക് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നാൽ മതി.
ഹലോ, താങ്ക് യു സിജി ജോളി. ഈ ഒരു കൈഡി മതിയോ? ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി കൈഡിതാ. ആ, ഇവരെ കാണുമ്പോഴെങ്കിലും നല്ലൊരു കൈഡി തന്നോടെ. നമ്മുടെ ഈശ്വൽ സൺഡേയുടെ വളർന്നു വരുന്ന അനുഗ്രഹീതരായ കലാകാരികളാണ്. അപ്പൊ ഇവര് നിങ്ങളുടെ ഇറങ്ങല്ലേ? അടിച്ചു പൊളിക്കല്ലേ? ആ, ഒരുപാട് സ്റ്റേജുകളില് ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്ന കലാകാരികളാണ്. യൂട്യൂബിലെല്ലാം ഇവരുടെ അടിപൊളി പെർഫോമൻസുകളുണ്ട്. അതെല്ലാം നമുക്ക് ആസ്വദിക്കാം. അപ്പൊ റെഡിയല്ലേ? ഹലോ,
ഈ ഒരു കൈയടി മതി അവർക്ക്. ഈശ്വൻ സണ്ടയുടെ വളർന്നു വരുന്ന വൈറൽ താരങ്ങളാണ് അവര്. നല്ല വടക്കപ്പെട്ട പോലത്തെ കൈയടി. ഈശ്വൻ സണ്ടയുടെ നമ്മുടെ ഇങ്ങനെ ഒരു കടവോത്സവം പ്രോഗ്രാം ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് താരങ്ങളും കൂടി എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടനും മോഹൻലാലും ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ? ലാലേട്ടന്റെ ഫാൻസ് ഉണ്ടോ അവിടെ? ലാലേട്ടന്റെ ഫാൻസ് ഒന്ന് കൈയടിക്കോ? ആ, ഒരു ഭാഗത്ത് കൈയടി ഉണ്ട്. മമ്മൂക്കയുടെ ഓക്കെ. അപ്പൊ നമുക്ക് ലാലേട്ടനെ ഒന്ന് കൊണ്ടുവന്നാലോ? കൊണ്ടിട്ടേ നല്ലൊരു കൈയടി തന്നാൽ ഞാൻ ഇപ്പൊ കൊണ്ടുവരും. റാഫിക്ക കൊണ്ടിട്ടേ. ഓക്കെ. ഈ ഒരു വലിയ ഫംഗ്ഷനിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എൻ്റെ അഭിനയത്തിന്റെ 40 വർഷത്തിനിടയിൽ ഞാൻ സഞ്ചരിച്ച പാതകളെല്ലാം തീർച്ചയായിട്ടും എന്നോടൊപ്പം സഞ്ചരിച്ച ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാം. ഇങ്ങനൊരു ഫംഗ്ഷൻ നടത്തുന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശശുദ്ധിയെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ ഫംഗ്ഷൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ നമുക്ക് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും മമ്മൂക്ക വരും. മമ്മൂക്ക വന്ന എന്തായാലും ജയനും വരും അല്ലേ? നമുക്ക് മമ്മൂക്കാനെ ഒന്ന് വിളിച്ചാലോ? ഇതുപോലത്തെ തന്നെ നല്ലൊരു കേടി തന്നാ നമുക്ക് മമ്മൂക്കാനെയും ഷെയറിക്ക് വിളിക്കാം. എന്റെ മോളെ മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ച ഒരു വരവാ. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. അച്ഛ എന്ന് പറഞ്ഞ ഇതാണ് അച്ഛൻ. ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പുകെട്ടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആളുകൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. പെൺപിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൻമേക്കറി പിടി വിട്ടതാ പിന്നെ തിരിച്ചിട്ട് സൂക്ഷിക്കണം കേട്ടോ. മമ്മൂക്ക് നല്ലൊരു കൈയടി. താങ്ക് യു. അപ്പൊ എനിക്ക് തോന്നുന്നു ലാലേട്ടനും മമ്മൂക്കയും വന്ന സ്ഥിതിക്ക് മലയാളത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത ആക്ഷൻ ഹീറോ ജയൻ. കൊല്ലം തേവള്ളിയിൽ ഓലയിൽ പൊന്നച്ചൻ വീട്ടിൽ കൊട്ടാരം സൂക്ഷിപ്പുകാരൻ സത്രം മാധവൻ പിള്ളയുടെയും പഴവൂർ കുടുംബാംഗം ഭാർഗവിയമ്മയുടെയും മകനായി ജനിച്ചു. മലയാള സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് ചേക്കേറിയ പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തിമൻ ഭാവം കൃഷ്ണൻ നായർ എന്ന ജയൻ. ആ അനശ്വര കലാകാരന്റെ ഒരു ഗാനരംഗവുമാണ്. പകർശന വീടു കൽഹാര പുഷ്പങ്ങൾ
മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു പൂവേലിയാകെ പൊൻകിരണം പൂവായി വിരിയുന്നാത്മഹർഷം പൂവേലിയാകെ പൊൻകിരണം പൂവായി വിരിയുന്നാത്മഹർഷം നീ എന്നിലോ ഞാൻ നിന്നിലോ നീ എന്നിലോ ഞാൻ നിന്നിലോ ഒന്നായി ചേരുന്ന നിമിഷം കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി സായാഹ്നമേഘം നിൻ കവിളിൽ താരാജനങ്ങൾ നിൻ പൂമിഴിയിൽ സായാഹ്നമേഘം നിൻ കവിളിൽ താരാജനങ്ങൾ നിൻ പൂമിഴിയിൽ പൂന്തിങ്കളോ പൂങ്കുമ്പിളോ പൂന്തിങ്കളോ കുമ്പിളോ പൊന്നോപൽ ചുണ്ടിലെ മന്ദസ്മിതം കസ്തൂരി മാൻമിഴി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാൻമിഴി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു Everybody, la 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 la. താങ്ക് യു ജെയിൻ സാർ. ഒരു മിനിറ്റ് ജെയിൻ സാർ ഒന്നോ അപ്പൊ നമ്മുടെ കടവോത്സവത്തില് നമുക്ക് ജെയിൻ സാറിനെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു. നല്ലൊരു കേടി. ഇനിയുണ്ട് കേട്ടോ, ഒരുപാട് ഫിഗർ സംഭവങ്ങളായിട്ട് ആളെത്തും. ഓക്കെ, താങ്ക് യു. നല്ലൊരു കേടി. വീണ്ടും നമുക്ക് ഒരു അടിപൊളി സോങ്ങിലേക്ക് പോവാം. ഒരു ബോളിവുഡിൽ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഒരു അടിപൊളി ഗാനത്തിലേക്ക്. അതിനായി ജിബിൽ മളയെയും സിജി ജോളിയെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂപ്പണുമായി ഷാബു ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അവനുമായിട്ട് നമ്മളൊന്ന് സഹകരിക്കണം. അതുപോലെ ഒരുപാട് വിഭവ സമൃദ്ധമായ ഭക്ഷണ പാനീയങ്ങൾ ഒരുക്കി ഫുഡ് ഫെസ്റ്റും അവിടെ ഉണ്ട്. എല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. താങ്ക് യു. ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ तेरे
तेरी चांद की चांदनी मेरे आंखों में बस गई खुशबू तेरी जिस्म की मेरी सांसों में बस गई मेरी आरज़ू तू है मेरी वफा जाने जाना दीवाना तेरा नाम रख दिया तेरा नाम रख दिया नाम रख दिया तेरा नाम रख दिया मेरा नसीब है जो मेरी यार में हंस के प्यार से बेरुखी में दीवाना मेरा नाम रख दिया मेरा नाम रख दिया रख दिया मेरा नाम रख दिया പറയും ഹലോ പരിപാടിയില്ലേ
ഹലോ താങ്ക് യു വിശ്വസിന്റെ വൈറൽ ടീം. നമുക്ക് ഈ ഒരു നിമിഷം ഒരു ചെറിയ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഈശ്വൽ സന്ധ്യയുടെ കടവോത്സവം എന്ന ഈ ബൃഹത് പ്രോഗ്രാമിന്റെ ഒരുപാട് ആളുകൾ നമ്മളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതില് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ കൂപ്പൺ മുഴുവനും വിറ്റ് നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മുടെ മനസ്സിൽ ഇടം കൊണ്ട നമ്മുടെ അനുഗ്രഹീതനായ ഒരു പാട്ടുകാരൻ, ഒരുപാട് വേദികളിലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ഈശ്വൽ സൺഡേയിലൂടെ അദ്ദേഹം നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച ഈ അനുഗ്രഹീതനായ കലാകാരൻ സുശീൽ ചേട്ടനെ ഇന്ന് നമ്മൾ ഈ ഒരു മഹനീയ വേദിയിൽ ആദരിക്കുന്നു. അതിന് നമ്മുടെ ചെയർമാൻ ശ്രീ റാഫിക്കയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാരണം അദ്ദേഹത്തെ നമുക്ക് ആദരിക്കാതിരിക്കാൻ സാധിക്കില്ല, നിർവാഹമില്ല. ഞാൻ റാഫിക്കയുടെ നമ്മുടെ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമായി കൂപ്പൺ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ തീർത്ത് പിറ്റേ ദിവസം കൊണ്ട് തന്നതാണ് സുശീലിനെ നമുക്ക് ചേർത്ത് നിർത്താതെ മാർഗമില്ല. അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ സുശീലിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പ്രോഗ്രാമിനെ വളരെയധികം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഇങ്ങനെ കിടന്ന ഈ സ്ഥലം വൃത്തിയാക്കി നല്ല നല്ല പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നതിന് നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ഏറ്റവും ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായ അല്ലെങ്കിൽ അങ്ങനെ തൊഴിലാളികളാണ് നമ്മളധികവും ഈ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണം ആവശ്യമാണ്. വളരെ താങ്ക്സ് സുശീൽ. താങ്ക് യു റാഫിക്ക ആൻഡ് സുശീലേട്ടൻ. ഇനി അടുത്ത വരും ദിവസങ്ങളിൽ സുശീലേട്ടൻ്റെ ഒക്കെ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കും. ഇന്നിപ്പോ നമ്മൾ ഇത്തിരി ടൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഇനിയും നമ്മുടെ കൂപ്പണുകളുമായിട്ട് ഷാബുവും മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട്, സഹകരിക്കുക. അപ്പോ ഇനി ഒരുപാട് സുപരിചിതനായ നമ്മുടെ പ്രിയങ്കരനായ ബിനു മണിയാർ, അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷം. എൻ്റെ പേര് ബിനു എന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ ലാഹ ശബരിമലയിൽ നിന്നാണ് വരുന്നത്. അത്രയും ദൂരയിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ഈ നാടിനെ നല്ലൊരു കൈയടി ഇരിക്കുന്ന വീട്ടിൽ പോകുമ്പോൾ വളരെ സന്തോഷമാണ്. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ നമ്മുടെ അപ്പുറത്ത് ഇന്നലെ ഇതിനപ്പുറത്ത് ആ കുളമുള്ള ആ സ്ഥലത്താണ് പ്രോഗ്രാം. ഇങ്ങനെ കുറേ കഷ്ടമിച്ചത് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് മാളെ വരുന്ന ഒരുപാട് ഇഷ്ടമാണ്. എന്താ പറയുക, കലയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാനും സ്നേഹിക്കാനും അവർക്കൊരു മനസ്സുള്ളത് കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം വരുന്നതും ചെയ്യുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഈ ലൈറ്റുകളെല്ലാം ഒന്ന് തെളിച്ചേരണം, വെളിച്ചവും കടൽ ലൈറ്റും വെള്ളം എല്ലാം ഇട്ടും. അപ്പോൾ സിനിമാ താരങ്ങളുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മമ്മൂട്ടി, മോഹൻലാൽ, പ്രേംനസീർ, ജയന്, ഇവരെല്ലാം നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ് അല്ലേ, നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ്. എൻ്റെ സൗന്ദര്യം ഞാൻ ഇതിലേക്ക് പോയപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ആ ജയനിട്ട കോട്ടിന്റെ കളറാണ് എൻ്റെ മുഖത്തിന്, അതുപോലെ കറുപ്പാ, നല്ല കറുപ്പാ. ആ കറുപ്പിൽ നിന്ന് ഞാൻ കുറച്ച് വെളുപ്പൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ നോബിളിന്റെ അത്രയൊന്നും സൗന്ദര്യമില്ല കേട്ടോ. നോബിളൊക്കെ ഞങ്ങളുടെ നാട്ടിലെ മമ്മൂട്ടി, ഇദ്ദേഹമൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് വരുമ്പോൾ എല്ലാവരും വളരെ ആരാധനയോടെ നോക്കുന്നത്. കറക്റ്റ് മമ്മൂട്ടി പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്രയൊന്നും സൗന്ദര്യമൊന്നുമില്ല. അപ്പൊ ഈ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഇങ്ങനെ പടപടപടാന്ന് ചെയ്യുമ്പോൾ അതത്ര ശരിയായില്ലല്ലോ, ഇത്ര കളറായില്ലല്ലോ, ഒന്നും ചിന്തിക്കരുത്. ഒരു 50% രൂപസാദൃശ്യം തോന്നുവാണെങ്കിൽ നിറഞ്ഞ കൈയ്യടി നിൽക്കണം. ചാനലിൽ ചെയ്യുമ്പോൾ എഡിറ്റിങ്, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് നമ്മുടെ പൊതുവേദിയിൽ ലൈവായിട്ട് നിന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കൈയടിക്കത്തില്ലേ? ഇത് മതി കേട്ടോ. ആ പുറകെ നിൽക്കുന്ന അത്രയും ചങ്കുകളായി നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് നിന്ന് നല്ല പ്രോത്സാഹനം. മോനിങ്ങ് വാ, കയറി വാ, ഈ മൈക്ക് പിടിക്കണം. വാ ആങ്കർ മോന് വാ. ഇദ്ദേഹത്തിന് നല്ലൊരു ഗൈഡ് കൊടുത്തത്. കാരണം കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ നല്ല ചുള്ളനായ ഒരു ചെറുപ്പക്കാരൻ നല്ല സൗന്ദര്യമുള്ള ആൾക്കാർക്ക് നല്ല ഗൈഡ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ തുടങ്ങാം നമുക്ക്. ശരി. രജനീകാന്തും കമൽഹാസനും അടക്കിവാണ തമിഴ് സിനിമാ ലോകത്ത് 1979 രാധിക നായികയായി പുറത്തിറങ്ങിയ എനിക്കും ഇളമൈ എന്ന ചിത്രത്തിലൂടെ താരസിംഹാസനത്തിലേക്ക് ആനയിച്ച അഭിനയ പ്രതിഭ
തമിഴ് സൂപ്പർ താരം വിജയകാന്ത്. നൃത്ത സംഘടന രംഗങ്ങൾക്ക് നവോന്മേഷം നൽകിയ താരരാജാവ്. തമിഴ് സൂപ്പർ താരം വിജയകാന്ത്. தலகாணி ஜெகத்ராணி உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி கஞ்சா பூந்தோட்டம் ரோஜா பூவாட்டம் அடிவாசம் பார்த்து மோசம் போனேனே ஜெகத்ராணி உனக்கு எதுக்கு தாவாணி எனக்கு நீதான் இருக்க எதுக்கு தலகாணி ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിന്റെ പരീക്ഷണശാലയായ തമിഴ് ചലച്ചിത്ര ലോകത്ത് വില്ലൻ വേഷങ്ങൾക്ക് പുതിയ ഭാഷ്യം ചമച്ച മൻസൂർ അലി ഖാൻ. എന്നും വിവാദങ്ങളിലൂടെ സഞ്ചരിച്ച ചലച്ചിത്ര പ്രവർത്തകൻ ക്യാപ്റ്റൻ പ്രഭാകർ എന്ന ഒറ്റ ചിത്രത്തിലൂടെ വില്ലൻ വേഷങ്ങളെ താളാത്മകമായി അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ മൻസൂർ അലി ഖാൻ. അമ്മയുടെ പൊന്നുമോൻ ദിനേശ് ഉണ്ണിത്തൻ അവളുടെ മുഖത്ത് നോക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾ ഇവിടുന്ന് പോയിട്ടിപ്പോ 6 മാസം കഴിഞ്ഞില്ലേ? അതെ, അവളിപ്പോ 3 മാസം ഗർഭിണിയാ. ആദ്യ ചിത്രത്തിന്റെ പേര് സ്വന്തം പേരിനോട് ചേർത്തറിയപ്പെടുന്ന അപൂർവ വ്യക്തിത്വം മണിയൻ പിള്ള രാജു. இனிமே நம்ம தம்புறேன் நீங்க காட்டுக்குள்ள என்ன பண்ணாலும் எங்க மூப்ப கேட்க மாட்டான். எனக்கு பழனி போய் முடி முறிக்கிறதுக்கு காசு എന്താ ഒന്നുമില്ല. ഇതാണോ വീട്? അല്ല ആയിട്ടില്ല, നടന്നോളൂ. മലയാള ചലച്ചിത്ര ശാഖയ്ക്ക് ഒരു പിടി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ ചലച്ചിത്ര നിർമ്മാതാവ്. അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങൾക്കും സന്ദർഭോചിതമായ അഭിനയ ചാരുത പകർന്നു നൽകിയ മണിയൻ പിള്ള രാജു അവിസ്മരണീയമാക്കിയ മിന്നാരം എന്ന ചിത്രത്തിലെ നാം ഒരിക്കലും മറക്കാത്ത ഒരു രംഗം വേദിയിൽ പുനർജനിക്കുന്നു. നമ്മുടെ സ്വന്തം മണിയൻ പിള്ള രാജു. ലാസർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം എന്റെ ഭാര്യ ഒന്ന് കാണണം. എന്നാ കേട്ടോ, മേരി
മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വെച്ചോട്. എന്താ കൊള്ളില്ലേ പേര്? ശരിയായ പേര് മല. മല മല കുഞ്ഞിന്റെ പേര് മല. അത്ര വലിയ വാഴ മറിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവൻ പറയണമായിരുന്നു. കൊച്ചിന്റെ നന്നായിട്ട് അഭിനയിക്ക് നീയല്ലേ പറഞ്ഞു. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ഒരു ദേശനാമം കേട്ടാൽ മലയാളികൾ ചിരിതൂകി കൈകൊട്ടി ഒരു താരത്തെ ഉള്ളിലേക്ക് ആവാഹിക്കും. ജഗതി ശ്രീകുമാർ. പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മർമ്മഭാവങ്ങൾക്ക് സ്വന്തം കയ്യൊപ്പ് ചാർത്തി എത്ര കണ്ടാലും എത്ര കേട്ടാലും മതിവരാത്ത രൂപമായി ശബ്ദമായി ഹൃദയത്തിൽ ഉറച്ചുപോയ അമ്പിളിക്കല. അല്ല, എനിക്കറിയാൻ മേലാത്തൊന്ന് ചോദിക്കുക, താൻ ആരുവാ? മരണ പൂരായണ പോവേ. തനിക്കൊരു വിചാരമുണ്ട് താൻ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ? താൻ ഒരു പുല്ലുവല്ല. മലയാള ചലച്ചിത്രത്തിന്റെ നർമ്മഭാവങ്ങൾക്ക് രൂപഭേദം നൽകിയ ഹാസ്യ ചക്രവർത്തി ജഗതി ശ്രീകുമാർ. ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ പച്ചാളം ഭാസിയായി ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കിടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, തീവത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. Good evening, Mrs. Prabha Narendran. ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ നടന വിസ്മയം ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഡോക്ടർ ഭരത് മോഹൻലാൽ. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ താൻ ആരാടോ? നാട്ടുരാജാവോ? തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറുമെല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെ, കളി ഒരുപാട് കണ്ടവനാ ഞാൻ. ഏത് കഥാപാത്രത്തെയും തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന മലയാളത്തിന്റെ മഹാനടൻ. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കാം, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള, ഏറ്റവും അധികം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്ന, ഏറ്റവും അധികം മൂല്യമുള്ള അഭിനയ കുലപതി, ദ യൂണിവേഴ്സൽ സൂപ്പർ സ്റ്റാർ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഒടിയൻ മാണിക്കനായി ഇതാ വേദിയിൽ. മാറ് മൂത്താലേ, എനിക്ക് വേഗം കുടിയിൽ പോയിട്ട് കാര്യമുള്ള. എന്തിനാ നിങ്ങൾ എന്നെ ചവിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തിനായാലും വാസു മൂത്താരെ മാണിക്കിനെ ചവിട്ടിയതിനെ തിരിച്ചു തരാതിരുന്ന അത് കണ്ടു നിൽക്കണം. ഇവർക്ക് അതിന്റെ മോശം. അതല്ലേ അതിന്റെ ഒരു കമ്മ്യൂണിസം. നിങ്ങൾ തന്നെ പറ. മലയാള ചലച്ചിത്രങ്ങൾക്ക് നിറമില്ലാതിരുന്ന കാലം മുതൽ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച് വർണ്ണപ്പകിട്ടാർന്ന ആധുനിക കാലത്തെത്തി നിരവധി അനവധി കഥാപാത്രങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ഇന്നസെന്റ്. സാമൂഹിക രാഷ്ട്രീയ ചലച്ചിത്ര പ്രവർത്തകനായി മലയാളക്കരയിൽ നിറഞ്ഞു നിന്ന ബഹുമുഖ വ്യക്തിത്വം. എണ്ണമറ്റ കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ കുടുകുടച്ചിരിപ്പിച്ച, കാമ്പുള്ള വേഷങ്ങളിലൂടെ നമ്മെ ഏറെ ചിന്തിപ്പിച്ച, കുസൃതി നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ നമ്മെ ഏറെ രസിപ്പിച്ച അഭിനയ വൈവിധ്യത്തിന്റെ വൈദഗ്ധ്യം. ഗജകേസരി യോഗം, ഡോക്ടർ പശുപതി, റാംജി റാവു സ്പീക്കിംഗ്, വിയറ്റ്നാം കോളനി, കിലുക്കം,
അങ്ങനെ എത്രയെത്ര ചിത്രങ്ങളിലെ എണ്ണമറ്റ കഥാപാത്രങ്ങൾ. ലോകസഭാ സാമാജികനായി നാടിന്റെ വികസനത്തിനൊപ്പം ചേർന്നവൻ. രോഗബാധിതനായെങ്കിലും ഒട്ടേറെ പേർക്ക് അതിജീവനത്തിന്റെ വിത്തുകൾ പാകി ആശ്വാസമേകിയവൻ. ഒട്ടേറെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ചലച്ചിത്രത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് ചാർത്തി വിട പറഞ്ഞു പോയ അഭിനയ നക്ഷത്രം ഇന്നസെന്റ്. ആരാണ് ചോദിച്ചത്? നിൽക്കണില്ലേ? അത് വാഴയാമത്താച്ചതാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മനുഷ്യനല്ലേ ചോദിക്കുന്നത്? എന്തിനാ ഒന്നും ചെയ്തില്ല. ഇച്ചിരി ഒത്ത കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിൽ കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ. ഉച്ചയായിട്ട് പോരെ? അയ്യോ, ചേട്ടനെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. അതെന്താ അത്രയ്ക്ക് മോശമാണ്? അതല്ല, ഒരു കോളേജ് സ്റ്റുഡന്റിനെ പോലെ എനിക്കിങ്ങനെ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അതെന്താ? എന്താണെന്നറിയില്ല, ഇപ്പൊ കുറച്ച് കാലമായിട്ട് അങ്ങനെയാ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. എനിക്കിപ്പോ കോളേജ് ഇഷ്ടം പറയും. നാടകീയത ഏറെ നിറഞ്ഞു നിന്നിരുന്ന മലയാള സിനിമയുടെ തുടക്കകാലത്ത് ലാളിത്യമാർന്ന അഭിനയ ശൈലിയിലൂടെ ജനകീയനായി മാറിയ മലയാള ചലച്ചിത്ര ലോകത്തെ ആദ്യ സൂപ്പർ താരം, ചെറുവിളാകത്ത് വീട്ടിൽ മാനുവേൽ എമിലി ദമ്പതികളുടെ മകനായി പിറന്ന മാനുവേൽ സത്യനേശൻ നാടാർ എന്ന സത്യൻ മാഷ്. നിന്നെ കളയാതെ എന്നെ കൊള്ളുകയാണ്. എല്ലാരും അമ്മയത്തെ ചെറുക്കനെ പറ്റി പറയണല്ലോ. ഞാൻ വിശ്വസിക്കണം. പക്ഷെ എല്ലാരും ഇതെന്ന് പറയണത് എന്താണ്? അവരെന്നെ വളർത്തി കൊണ്ടുപോയില്ലാന്നും വെച്ച് ഞാൻ തോക്കാനും വെച്ചും പോണില്ല. എന്റെയും കൂടെ ആണ് ഈ കടലിലെ പണിക്ക് പളനിയെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. വിദ്വാൻ പരീക്ഷ പൂർത്തിയാക്കി തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിൽ അധ്യാപകനായും കേരള സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആർമിയിൽ വൈസ്രോയിയുടെ കമ്മീഷണർ ഓഫീസറായിരുന്നു. തിരുവിതാംകൂർ പോലീസിൽ ഇൻസ്പെക്ടറായി സേവനമനുഷ്ഠിച്ച സത്യനേശന്റെ യഥാർത്ഥ തട്ടകം അഭിനയമാണെന്ന് വെളിവാകുന്നത് പിന്നീടുള്ള ചരിത്രം. തകഴിയുടെ മാനസപുത്രനായ പളനിയെ അവിസ്മരണീയമാക്കിയ ഈ താരപ്രതിഭ ചെമ്മീൻ എന്ന ക്ലാസിക്കിന്റെ പകിട്ട് പൂട്ടുകയായിരുന്നു. മലയാളത്തിന്റെ സ്വന്തം സത്യൻ മാഷ്. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയാൽ മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയാൽ മന്ത്രിക്കുന്നു. സ്വർഗായികേ ഇതിലേ ഇതിലേ. താരങ്ങളെയും താരക വൃന്ദങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന മഹത് പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഭാരതം കണ്ട ഏറ്റവും മികച്ച സാംസ്കാരിക സൂര്യൻ. 1863 ജനുവരി 12 കൊൽക്കത്ത കൗർ മോഹർ മുഖർജി സ്ട്രീറ്റിൽ വിശ്വനാഥ ദത്തയുടെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി പിറന്ന നരേന്ദ്രനാഥ ദത്ത എന്ന നരേന്ദ്രൻ. സൈദ്ധാന്തിക ദാർശനിക വീക്ഷണകോണുകളിൽ ഏറെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ സ്വാമി വിവേകാനന്ദൻ. ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ തത്വദർശന സംഹിതകളും ആർഷഭാരത സന്ദേശവും പ്രചരിപ്പിക്കാൻ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്യാസി. ഏത് രൂപത്തിൽ ദൈവത്തെ ആരാധിച്ചാലും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന മഹാപൊരുൾ ഉൾക്കൊള്ളും ലോകത്തെ ആദ്യത്തെ സമത്വ ദർശന മുദ്രാവാക്യം ഭാരതത്തിൽ നിന്ന് പിറവികൊണ്ട മഹാമന്ത്രമായത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭരത ഗുരുതരും അറിവു നേടി തുടരുമ
അവിദ്രുത കഴിവു കാക്കും ജനത പദ പദ തീർത്ഥയാത്ര ശാന്തിയാത്ര തുടരും ഈ യാത്ര. ഒരു കെട്ട് തുണി കൊണ്ട് മാളയിലെ അത്ഭുതം വിരിയിച്ചിരിക്കുന്ന ബിനു മണിയാറിന് ഈ ഒരു കയ്യടി മതിയോ? പോരട്ടെ. താങ്ക് യു. വീണ്ടും അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു ഇത്രയും ഫിഗറുകൾ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ഇത്ര കാലമായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഫിഗറുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലാലേട്ടൻ ഇവിടെ വീണ്ടും എത്തിയിരിക്കുന്നു. മറ്റൊരു ലാലേട്ടന്റെ 2020 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു ഫിഗറുമായി ഞങ്ങളുടെ അനുഗ്രഹീതനായ കലാകാരൻ. മലയാള ചലച്ചിത്ര വേദിയിൽ 3 പതിറ്റാണ്ടിലേറെ മലയാളികളുടെ താരസങ്കല്പത്തിന് മലയാള ചലച്ചിത്ര വേദിയുടെ നടന വിസ്മയമാക്കി തീർത്തു. തനിക്ക് മാറ്റിവെക്കാൻ സിനിമാ മേഖലയിൽ ഇനി ഒന്നും തന്നെ ഇല്ലെന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്ത അത്ഭുത പ്രതിഭാസം ലഫ്റ്റനന്റ് കേണൽ പത്മശ്രീ ഭരത് ഡോക്ടർ മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഇതൊക്കെ നേരത്തെ ചോദിക്കേണ്ട കാര്യങ്ങളല്ലേ? എങ്കിലും പറയാതിരുന്ന നിങ്ങൾ എങ്ങനെ അറിയാനാ? അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഒരു സുഖം? ഞാനൊരു പാവം വർമ്മ, ദേവരാജ പ്രതാപ വർമ്മ, ഇവരുടെയൊക്കെ ദേവ്ജി. അത് തെക്കൻ തിരുവിതാംകൂറുമായിട്ട് മോശമല്ലാത്ത ഒരു ബന്ധമുണ്ട് എനിക്ക്. തായ് വഴി അച്ഛൻ വടക്കെന്ന് പറഞ്ഞാൽ ഒതേനന്റെ നാട്ടിൽ. അങ്ങനെ തെക്കും വടക്കും കൂടെ ചേർന്നപ്പോൾ ഞാൻ അല്പം വടക്കായി. ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. യെസ്, ഐ കിൽ ഹിം. ഞാനാണ് കൊന്നത് ഈ കൈകൾ കൊണ്ട്. താങ്ക് യു ലാലേട്ടാ. അപ്പോ ലാലേട്ടൻ വരുമ്പോ നമുക്ക് ഭീഷ്മപർവത്തിലെ 2023 സൂപ്പർ ഹിറ്റായ ഭീഷ്മപർവം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മമ്മൂക്കായെയും ഒന്ന് വിളിക്കാം. പണ്ട് പൈലി ചേട്ടായ കോച്ചേരിക്കാർ പണിതപ്പോ ലോ കോളേജിൽ നിന്ന് മൈക്കല്ലേ ചേട്ടായിയുടെ സവോടൊപ്പം കഴിഞ്ഞ് ആരോടും പറയാതെ അരിയെയും കൂട്ടി ഒറ്റ പോക്കായിരുന്നു കോച്ചേരി തറവാട്ടിൽ. നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലി ചേട്ടായി തട്ടി 2 കോച്ചേരിക്കാർ പിള്ളേരുടെ തല കൊച്ചിക്കായലിൽ പൊട്ടി. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അളിയനെ ഇവിടെ ഇരുന്ന് ഞാൻ കുടിക്കണം. ബാക്കി വീട്ടിൽ പോയിട്ട് കുടിക്കാം. ഭായ്, ഇത് സ്ഥലം വേറെയാണ്. ലോക്കൽ പോലീസ് പോലും ഇവിടെ ഒന്നും മുട്ടാറില്ല. ഞാൻ ലോക്കലാണെന്ന് എന്നോട് അറിയണ്ട. എങ്ങാനും ലോക്കലായ ഭ്രാന്തൻ കുരിച്ചനാണ് വെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കുന്നത്. ഇവിടെ ബോംബേക്കാർ ജാവോ എന്ന് പറയും. ജാവോ. താങ്ക് യു മമ്മൂക്ക. മാളയുടെ അനുഗ്രഹീതനായ കലാകാരനാണ് നോബിൾ മാള. അദ്ദേഹത്തിന് നല്ലൊരു ഏടി. താങ്ക് യു. ഇനി വീണ്ടും നമ്മുടെ ഇശൽ സൺഡേയുടെ വൈറൽ ടീം ഒരു അടിപൊളി ഡാൻസുമായി എത്തിയിരിക്കുന്നു. വാ
നമ്മൾ ഏഷ്യൻ സൺഡേയുടെ പേര് പറയുമ്പോൾ അവർ പറയണത് ഞങ്ങളുടെ നാടിന്റെ പോലും പേര് പറയണമെന്നാണ് പറയുന്നത്. നമ്മുടെ റാഫിക്കായുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കുട്ടികളാണ്. പൂപ്പത്തിയുടെ അഭിമാനമാണ് സ്റ്റാർ ഡാൻസേഴ്സ്. അവർക്ക് നല്ലൊരു കേടി പൂപ്പത്തി. Say damn, damn, we don't give a damn. New year, you up or in the car. I damn, 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 damn. Hell life, a king size, a kika. Say damn, damn, we don't give a damn. New year, you up or in the car. I damn, 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 damn. Hell life, a king size, a kika. Digital, tell me what you baby. Mera, tell us sky, let you baby. Cuckoo karaoke, for you, let you baby. Hola, hola, hola. Let you baby, puri vechi varum puya let you baby, vella neerathilla maya let you baby. Hola hola hola, vaadi en chella kili, nee vaanai kili, male vanda enna neeyum kudi kudi vaadiya vanna kodi, en kaiya pidi, nam nadakayil adiradi dande. Okay, Biki Biki mini bikini okay, Puta budu budu paramayam okay. Hola 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 hola, Sarigama pada kachariyum okay, Bedi vandu kattu rakama okay, Lady Gaga gana bala kuda okay. Hola 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 hola, Sara sara kaasa tu aake, mera chand chura le, chori chori sab se chupa ke, kahin dur na ja re. Sara sara kaasa tu aake, mera chand chura le, chori chori sab se chupa ke, kahin dur na ja re. Kya kahun kya haal mera, ho gaya dil yaar tera, ek baar to aake mil. Tera beemar mera dil, tera jeena hua mushkil, karu kya hai. Tera beemar mera dil, tera jeena hua mushkil, karu kya hai. देखा तुझे देखा मैंने हुआ मैं तो crazy. पापा मेरी कुड़ी है तू sexy. देखा तुझे देखा मैंने हुआ मैं तो crazy. पापा मेरी कुड़ी है तू sexy. आजा मेरी बाहों में तू आजा baby love me. Hey boy, if you wanna get to know me, come here. Hey boy, let me tell you what you really wanna hear. Hey boy, listen to me, I'm gonna show you how it's done. Hey boy, it's another time I wanna have some fun. जान मैं तो जान तेरी बातें मीठी मीठी, पर करूँ कैसे करूँ मैं भरोसा, बड़ी मुश्किल है ये डरता ये दिल है, हो न जाए कहीं कोई धोखा. जान मैं तो जान तेरी बातें मीठी मीठी, पर करूँ कैसे करूँ मैं भरोसा, बड़ी मुश्किल है ये डरता ये दिल है, हो न जाए कहीं कोई धोखा. Thank you. സ്റ്റാർ ഡാൻസേഴ്സ് പൂപ്പത്തി. നല്ലൊരു കൈയടി. ഇവരുടെ ഡാൻസ് മാഷ് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരൊന്ന് പറയണമെന്ന്. സ്റ്റാർ ഡാൻസേഴ്സ് പൂപ്പത്തി വേദിയിൽ ദിയ നന്ദന ഷാജി, ശ്രേയ ഷാജു, ആർദ്രതാര ബിനീഷ്,
അനുശ്രീ അനൂപ്, അല്ലംകൃത ബിനേഷ്, പാർവതി ജിനേഷ്, അമൃതേന്ദു അനിൽ, നവത അനീഷ് ആൻഡ് അൻവിത സിനോജ്. നല്ലൊരു കേണി. അപ്പൊ എനിക്ക് താങ്ക് യു. അപ്പൊ നമ്മള് മറ്റൊരു അനുഗ്രഹീതനായ കലാകാരൻ കലാഭവൻ പ്രമോദിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടിയോടുകൂടി അദ്ദേഹത്തിന്റെ കുറച്ച് പെർഫോമൻസുകൾ കൂടി നമുക്ക് ആസ്വദിക്കാം. പ്രിയമുള്ളവരെ, പ്രത്യേക അറിയിപ്പ്, നമ്മുടെ ഫുഡ് ഫെസ്റ്റ് അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാളെ ഗിന്നസ് സുധീറിന്റെ മ്യൂസിക്കൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ എല്ലാ ദിവസവും വളരെ മനോഹരമായ ഗംഭീരമായ പ്രോഗ്രാമുകൾ ഉണ്ടാകും. എല്ലാ ദിവസവും നിങ്ങൾ ഫാമിലി ആയിട്ട് വരിക, ആസ്വദിക്കുക. ഒരുപാട് സെൽഫി പോയിന്റുകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ ചായക്കട, അതുപോലെ ലവ് മാള, അതുപോലെ ഒരുപാട് സംഭവങ്ങളെല്ലാം നമ്മൾ മാളക്കാർക്ക് വേണ്ടി മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും കുടുംബസമേതം ഡെയിലി വരിക, ആസ്വദിക്കുക. ഹലോ, വോയിസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഹലോ, എല്ലാവർക്കും വലിയൊരു നമസ്കാരം. നല്ലൊരു അല്ലേ, ഒരുപാട് ഫിഗർ ഷോ, ഡാൻസ്, പാട്ട് ഇതൊക്കെ കേട്ടിട്ട് നല്ല എൻജോയ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഞാൻ കലാഭവനിൽ ഉള്ള സമയത്ത് ഒരുപാട് വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ആശംസിച്ചറ, മാള, ഒരുപാട് സ്ഥലത്ത് പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് അത് കാണികളുടെ ആ കൈയടിച്ചുള്ള പ്രോത്സാഹനം തന്നെയാണ്. ഇദ്ദേഹം എപ്പോഴും ഭയങ്കര പറഞ്ഞിരുന്നു, കൈയടിക്ക്. എനിക്ക് കൈയടിക്കാൻ പറയില്ലേ, കാരണം എൻ്റെ പരിപാടി വിജയിക്കുന്നതിൽ ആ സൗണ്ട്, അച്ചു വോയിസ് സൗണ്ടാണ്, നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ്, അദ്ദേഹത്തിന് കൈകൊള്ളുന്നത്. അച്ചു, ഞാൻ തുടങ്ങാൻ പോവാണ്. ഇതൊരു ആഘോഷമാണ് അല്ലേ? അപ്പൊ ആഘോഷങ്ങൾക്ക്, ഞാൻ തൃശ്ശൂരാണ് വീട്, പേര് പ്രമോദ് കലാഭവൻ. അപ്പൊ ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. ഇപ്പൊ ഒരു വെടിക്കെട്ട് ഒരു കുറവ് ഞാൻ കണ്ടു, അത് ഞാൻ അനുകരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വക ഒരു വെടിക്കെട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, വെടിക്കെട്ടിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പിടിക്കാൻ നോക്കണേ, കഴിഞ്ഞ അത്ര അതെ, കൈയടി കൂടുന്നതനുസരിച്ച് പരിപാടിയുടെ ഐറ്റം കൂടും. കൈയടിക്കണ്ടോ നിങ്ങള്? അപ്പോ ഞാന് ശബ്ദത്തിന്റെ കുറച്ച് വ്യത്യാസങ്ങൾ എടുക്കാം. അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും അല്ലെ. ട്രെയിൻ പോകുന്ന ഒരു ശബ്ദമല്ല, ഒരു പാലത്തിന്റെ മേലെ കയറുമ്പോൾ അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ട്രെയിൻ പോകുന്ന ഒരു പാലത്തിൽ കയറുമ്പോൾ ആ ട്രെയിനിന് ശബ്ദ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു വ്യത്യാസം അനുകരിക്കുക. ട്രെയിൻ പോകുന്നു, പാലത്തിൽ കയറുന്നു. ഓക്കെ,
വ്യത്യാസം മനസ്സിലായി തോന്നുന്നു. ഒന്നുകൂട്ടില്ലേ, ഒന്ന് കൂട്ടിട്ടോട്ടാ. ഇത് അകത്തിരുന്ന് കേൾക്കുമ്പോൾ ട്രെയിനിന്റെ ശബ്ദം വേറെ ശബ്ദമാണ്. ഇത് പുറത്തുനിന്ന് കേട്ട ശബ്ദമാണ്. അകത്തിരുന്ന് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിൻ ശബ്ദം വേറൊരു ശബ്ദമാണ്. ഓപ്പോസിറ്റ് ട്രെയിൻ പാസ് ചെയ്യുന്നു, ആ ഒരു ഇതുകൂടി അവതരിപ്പിക്കുക. അകത്തിരുന്ന് കേൾക്കുന്ന ട്രെയിൻ ശബ്ദം. ട്രെയിനിന്ന് മാറാൻ നമ്മള് ഈ പ്രളയമൊക്കെ വന്നപ്പോൾ നമ്മളെ ഒരുപാട് സഹായിച്ചവരാണ് നമ്മുടെ നേവിക്കാരൊക്കെ അല്ലേ. ആ സമയത്തൊക്കെ അല്ലേ നേവിയിൽ കൊണ്ടുപോകലും മറ്റേ ഹെലികോപ്റ്ററിൽ. അപ്പോൾ ഒരു അകലെ നിന്നൊരു ഹെലികോപ്റ്റർ വരികയാണ്, അടുത്തെത്തി അകലേക്ക് തന്നെ പോകുന്ന ആ ഒരു ശബ്ദ വ്യത്യാസം. ഇത് അവതരിപ്പിക്കാൻ കാരണം ഇംഗ്ലീഷ് സിനിമയിലില്ല. ജുറാസിക് പാർക്ക് കണ്ടിട്ടില്ലേ, അതിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വരുമ്പോൾ ഒരു ഡിജിറ്റൽ ശബ്ദമായിരിക്കും ഹെലികോപ്റ്ററിന്. ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന ഹെലികോപ്റ്ററിന്റെ ആ ഒരു ശബ്ദ വ്യത്യാസം. ഇനി ശബ്ദ വ്യത്യാസം നമ്മൾ പട്ടികളെടുക്കാം അല്ലേ. പലതരം പട്ടികളുണ്ട് വീട്ടില് അല്ലേ. കാവൽക്കാരനായിട്ടുള്ള ഡോബർമാൻ ഭയങ്കര മുഴക്കത്തോടു കൂടിയ പുള്ളി പറയുക. ഡോബർമാന്റെ പറയാന്ന് പറഞ്ഞാ അല്ലേ, പേടിച്ചു പോകും, ഓടിക്കും ആൾക്കാരെ. വീട്ടിൽ പറ്റായിട്ടുള്ള പോമറേനിയ ഉണ്ട്, ഇത് വളരെ ലേറ്റ് ആയിട്ട് പറയുക. പോമറേനിയ പറയുന്നത് നമ്മുടെ നാടൻപട്ടി ഉണ്ട് അല്ലേ, റോഡിലൊക്കെ കാണുന്ന തെണ്ടിപ്പട്ടി എന്നൊക്കെ പറയും. ഇതിന്റെ കൊര വളരെ രസകരമാണ്. നാടൻപട്ടി കുറയ്ക്കുന്നത് ഓക്കെ. ഇനിയും വരാം സ്റ്റാറൊക്കെ ആയിട്ട് നമ്മുടെ ആങ്കർ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അദ്ദേഹം മിമിക്രി ചെയ്യുന്നതോടൊപ്പം നമുക്കും കൂടാം. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയടി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു കലാഭവൻ പ്രദീപ്. നല്ലൊരു കൈയടി. താങ്ക് യു. നമുക്ക് സമയം വളരെ കുറവേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇനി വീണ്ടും ഒരു അടിപൊളി ഗാനത്തിലേക്ക്. മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റായ കൊത്ത എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഒരു അടിപൊളി ഗാനവുമായി എത്തുന്നു സുമേഷ് ആൻഡ് സിജി. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഫുഡ് കോർട്ട് അവിടെ ഗംഭീരമായിട്ട് നമുക്ക് വിഭവങ്ങൾ ഒരുക്കി ഇരിക്കുന്നു. എല്ലാവരും ഇതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിനോടൊപ്പം തന്നെ അതും ആസ്വദിക്കുക. കാരണം വരും ദിവസങ്ങളിൽ അടിപൊളി പ്രോഗ്രാമുകളുണ്ട്. long.
ದುರಂದಿ ರಾವಣ ಹರಿಶಂಕುಟ್ಟ ಮಾಡಣ ಮತ್ತು ಬಂದ ರಾಕ್ಷಸರಾದ പതുക്കല്ല വീര്യവും ഒന്നട ശൗര്യവും കുട്ടുമടക്കാത്തൊരു വീര കലാപക്കാരെ നിങ്ങൾ മറന്നിടാതെ മുഖത്തടങ്കിലാക്കും ഞാനോ നിരന്തരം പോകും പരാതിയില്ല കൂടെ സവാരിയാകാൻ പോകുന്നു കലാപക്കാരെ ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും പിന്നിൽ തൊടാതെടാ മൂടി കണ്ണിൽ പെടാതിരുന്ന കൊള്ളാം പിടഞ്ഞെടുക്ക കലാപക്കാരെ ഞങ്ങൾ വികാരമില്ല കണ്ണിൽ വിടാതെ മിന്നും നോക്കാതെ അമ്പലവും മൂടിൽ കണ്ണിൽ പെടാതിരുന്നാൽ കൊള്ളാം പിടഞ്ഞെടുക്ക Thank you, സുമേഷ് ആൻഡ് സിജി. അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മൾ ഈസ്റ്റർ സൺഡേയുടെ കന്നി പ്രോഗ്രാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ റാഫിക്കാരയ്ക്ക് എനിക്ക് ഓരോ ലിസ്റ്റുകൾ തരും. സൂപ്പർ ബെറി യൂണിബിസ് മ്യൂട്ടി ട്രേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഹെൽത്ത് വെൽ ഹാപ്പിനെസ് പരസ്യങ്ങളാണ് കേട്ടോ. ബിരിയാണി, പൊറോട്ട, ഇറച്ചിക്കറി, പഴംപൊരി, പരിപ്പുവട, ബർഗർ, ഷമാം, ചായക്കടി, ചായ, അൽബുസ്ത, അഷ്ടമിശറ, അതുപോലെ പാനിപൂരി, കുലുക്കി സർബത്ത്, 7 ഫ്ലവറാണ്, അച്ചാറുകൾ, മത്തി, ചെമ്മീൻ, പപ്പായ, സാൻഡ്വിച്ച്, ഉപ്പിലിട്ടത്, കേക്കുകൾ, ബേക്ക് ട്രീറ്റ്സ്, ഇതെല്ലാം നമുക്ക് ഇവിടെ നമ്മുടെ ഫുഡ് കോർട്ടിൽ ഗംഭീരമായിട്ട് അവർ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ ഇനി ഇത്തിരി നേരം ഞാൻ എൻ്റെ ഒരു മിമിക്രിയിലേക്ക് പോവുകയാണ്. ചെയ്യട്ടെ? എന്നെ കഴിഞ്ഞ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കാരണം എല്ലാം എൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെയാണ്. എന്നാലും ഞാൻ പറയും, ഞാൻ ലോകത്തെ എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ പറയും ഞാൻ ഇൽസും മാള ആണ് എന്ന് ഞാൻ പറയും. ഏത് ചാനലിൽ പോയാലും എവിടെ ചെന്നാലും അത് മാളയോടുള്ള എൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹമാണ്. അപ്പൊ നിങ്ങളൊക്കെ തന്ന സ്നേഹം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടൊക്കെ തന്നെയാണ് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ ഗിന്നസ് റെക്കോർഡ് അടക്കം 5 എപ്പിസോഡുകൾ എനിക്ക് അതോടൊപ്പം സഞ്ചരിക്കാൻ സാധിച്ചു. അത് നിങ്ങൾ ഇവിടെ നിന്ന് തന്ന സ്നേഹം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടൊക്കെ തന്നെയാണ്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് സമയം വളരെ കുറവാണ്.
അപ്പൊ ഞാൻ രണ്ടുമൂന്ന് സ്റ്റാർ ചെയ്യാം. മലയാള സിനിമയ്ക്ക് രാജസേനൻ സംഭാവന ചെയ്ത പല്ലില്ലാത്ത മണ കാട്ടി നമ്മളെ കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അനുഗ്രഹീതനായ കലാകാരൻ ശ്രീ KTS പടന്നയിൽ. ഹോയ് 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 വീരൻ വന്നു അല്ലേ? വീരൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ആ പടിഞ്ഞാപ്രത വാതിൽ തുറന്നിട്ടത്. ഹോയ് ഹോയ് ഹോയ്. താങ്ക് യു. ഇടയ്ക്ക് നല്ലൊരു ഗൈഡ് ആണ്. നിങ്ങൾ ഇത്ര നേരം ഇവരെല്ലാവർക്കും ഗൈഡ് കൊടുത്തു, എനിക്ക് മാത്രം തന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിക്കും. അപ്പൊ ഓക്കെ, അടുത്തത് മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്ത് ഈ അടുത്ത് കോമഡിയിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ ശ്രീ ജനാർദ്ദൻ. എനിക്കൊരു കല്യാണം കല്യാണിപ്പെട്ട എനിക്കിട്ട് കാർത്തികത്തിന്റെ മതികളോ പിന്നെ അവിടെ ചോട്ട് തരുമ്പോ ആ വടക്കേ പാട്ട് കണ്ടിട്ടുണ്ടല്ലോ അത് എഴുതിക്കോണവേ. താങ്ക് യു. അതുപോലെ മലയാള സിനിമയില് ദിലീപിന്റെ ഭാഗ്യനക്ഷത്രം എന്ന് സ്വയം വിശേഷിപ്പിച്ച് ഈ അടുത്ത കാലത്ത് ആദാമിന്റെ മകൻ അബു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ നമുക്ക് ഭാരത് അവാർഡ് കരസ്ഥമാക്കി കൊണ്ടുതന്ന പറവൂരിന്റെ സ്വന്തം സലിം കുമാർ. കാണാൻ ലുക്കിലുള്ളൂ. കണ്ട സാധാ ഒരു കോൺസ്റ്റബിൾ വന്ന് വിളിച്ചാൽ പോലും സ്വമേറിയ സ്റ്റേഷനിൽ അതായത് എന്റെ കക്ഷി ശ്രീ മീശമാധവൻ SI ഇപ്പം അവിടുന്ന് ഒരു കൂട്ടം പോലീസുകാർ ഇരച്ചു കയറി രക്തവിദ്വേഷത്തിന്റെയും രക്തവൈരാഗ്യത്തിന്റെയും പേരിൽ അറസ്റ്റ് ചെയ്ത് എന്റെ. താങ്ക് യു. അതുപോലെ ഈ ഒരു മീശമാധവൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ തന്നെയാണ് നമുക്ക് സുന്ദരനായ ഒരു വില്ലനെ കിട്ടിയത്, ശ്രീ ഇന്ദ്രജിത്ത്. ഇങ്ങനെയാണ് നമ്പൂരിശൻ പ്രതികളെ ചോദിച്ചത്. അവരൊക്കെ ഒരു സ്റ്റൈലില്ലേ എന്ന നമ്പൂരിശൻ ഇനി മുതൽ പ്രതികൾ ഇങ്ങനെ ചോദ്യം ചെയ്താൽ മതി. എന്തെന്നാണ് പേര്? വട്ടപ്പേര് പറഞ്ഞിട്ട് പോടാ മീശമാധവൻ. നാളെ നിന്നെ കാണുമ്പോ ആ മുഖത്ത് തിരിച്ചു വെച്ചിരിക്കുന്ന മീശ ഉണ്ടല്ലോ, ഇനിയതോടെ കണ്ടുപോകരുത്. പെണ്ണച്ചൻ ചെല്ലും. താങ്ക് യു. അതുപോലെ മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് ഒരു സംസ്ഥാന അവാർഡ് കൊണ്ടുവന്ന ശ്രീ സൗബിൻ സാഹിബ്. സാറ് കള്ളനായിരുന്നല്ലേ? ഞാനും കള്ളനാണ്. ആഹാ, താടി വെച്ച് കണ്ണൻ ഞാൻ ആദ്യമായിട്ട് കാണണേന്. ഒന്നൊട്ടോയിക്കോട്ടെ, എന്ത് രസമാണ്. അയ്യോ ചേച്ചി, എനിക്ക് രാത്രി മാത്രം വഴിയേറിയുള്ളൂ, പകൽ എനിക്ക് വഴിയേറിയില്ല. എന്ന് പോട്ടേണ്ട. താങ്ക് യു. അതുപോലെ മലയാള സിനിമയിലെ ഈ മലയാള നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില് ഏറ്റവും അവസാനത്തെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തു വരുമ്പോൾ അന്ന് ആക്ടർ ബാലയുടെ ഫിഗറും സൗണ്ടുമായിട്ടാണ് ഞാൻ പോയത്. അതുകൂടി ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഞാൻ അതും ചെയ്യാം. നമസ്കാരം, ഞാൻ ആക്ടർ ബാല ഹിയർ. അപ്പൊ നിങ്ങൾ എല്ലാവരും വിഷ്വൽ സൺഡേയുടെ കടവോത്സവം എന്ന ഈ സൂപ്പർ മെഗാ പ്രോഗ്രാമിൽ കാണാൻ സാധിച്ചതിൽ വല്ലാത്ത സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ അടിപൊളി ഫുഡുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും വരണം. നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. ഇങ്ങനെ സുധീറിൻ്റെ, അതുപോലെ കരിന്തലക്കൂട്ടം, നിരവധി പ്രോഗ്രാമുകൾ ഇനി വരാൻ കിടക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം വളരെ മനോഹരമായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഈ നാട്ടിലെ ഓരോ കലാസ്നേഹികളോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതിന് മുമ്പ് ഈ മാളയിലെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ മമ്മൂക്കയെ ഈ ലോകത്തിന്റെ മറ്റ് നാനാഭാഗങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോയ അനുഗ്രഹീതനായ കലാകാരൻ ശ്രീ നോബിൾ മാളയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫിഗറുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് വേദിയിലേക്ക് ഒന്ന് വിളിക്കാം. മാളയിലാണ് നോബിളാണ് ഞാൻ മമ്മൂക്കയുടെ തുടക്കം ചെയ്ത് നന്നായി പെർഫോം ചെയ്യും.
ഒന്ന് കാണണ്ടേ? ഇത്രയും നേരം നമ്മൾ പല പല വേഷങ്ങളിലാണ് നമ്മൾ കണ്ടത് മമ്മൂക്കായെ. നേരിട്ടൊന്ന് കാണാം. പ്രിയപ്പെട്ട ഇശൽ നിലാവിൻ്റെ ഇശൽ സൺഡേ എന്ന ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, അതുപോലെ മാളയിലെ ഞാൻ ഒരുമിച്ച് പഠിച്ച നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരുപാട് കലാകാരന്മാർ, ഇവരൊരുമിച്ച് നമ്മൾക്കിങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അതേപോലെ തന്നെ ഞാൻ വന്നു. നമ്മൾക്ക് ഇതുപോലെ ഒരു മിമിക്രി, അതുപോലെ ഒരു ഗാനമേള, അങ്ങനെയുള്ള മൊത്തത്തിലൊരു മിമിക്സ് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് വിളിച്ചു. ഞാൻ വന്നു. ഇതിൽ എനിക്ക് വളരെ എന്നെ ഇത്രയും നാളുകൾക്ക് ശേഷം ഇതുപോലെ മാളയിൽ ഞാനിതുപോലെ തന്നെ ഒരുപാട് ചാനൽ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പലർക്കും മാളയിൽ എന്നെ അറിയില്ല. മമ്മൂക്കയുടെ അടുത്ത അപരനായിട്ട് എന്നെ ഈ പടുത്തൊടുക്കി തിരഞ്ഞെടുത്തു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വേദിയിൽ നമ്മുടെ ഇശൽ സൺഡേ ഗ്രൂപ്പ് എന്നെ പരിചയപ്പെടുത്തിയതിന് ഞാൻ നിങ്ങൾക്ക് 1000 നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഞാനപ്പോൾ ഇൽസു അത്യാവശ്യം മലയാള സിനിമാ താരങ്ങളുടെ ശബ്ദവും ഭാവങ്ങളൊക്കെ ഇവിടെ അനുകരിച്ചു കഴിഞ്ഞു. എങ്കിലും ഞാൻ എൻ്റേതായ ഭാവനയിൽ ഒരു 2-3 സിനിമാ താരങ്ങളുടെ ഞാൻ ഒന്ന് അനുകരിക്കുകയാണ്. അദ്ദേഹം അനുകരിച്ച ശബ്ദങ്ങൾ തന്നെയാണ്. എങ്കിലും ഒരു മനുഷ്യന് പല കാലഘട്ടത്തിൽ പല ശബ്ദങ്ങളാണല്ലോ. അപ്പോൾ ഒരു ജനാർദ്ദനൻ്റെ ശബ്ദം അദ്ദേഹം അനുകരിച്ചു. അതിൻ്റെ വ്യത്യസ്തമായ 2 ശബ്ദങ്ങൾ ഞാൻ വേറെ അനുകരിക്കുകയാണ് പല കാലഘട്ടത്തിലെ. അപ്പോൾ ഇതിൽ 100% നമുക്ക് ഒരിക്കലും ഒരു ആളുടെ ശബ്ദം അനുകരിക്കാൻ പറ്റില്ലെങ്കിലും ഒരു 80-70% ഓക്കെ ആണെങ്കിൽ എനിക്ക് നല്ലൊരു പ്രോത്സാഹനം കൈയ്യിൽ തന്നെ. അപ്പോൾ ജനാർദ്ദൻ്റെ പഴയ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നല്ലോ. കേട്ടോട്ട് കർത്താവേ, എടോ പടയെ പേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തക്കുളത്തി പട അവിടെ നെങ്കോട്ട് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. എന്റെ നലിച്ച് താരാ ചെക്കും ചൊപ്പിട്ട് തന്നറ് ഞാറാൻ കൊണ്ട് പോയിക്കോളാവേ. ഓ, ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് കോമഡിയിലേക്ക് മാറി. അപ്പോൾ ആ കോമഡിയിലുള്ള ശബ്ദം ഒന്നും നമുക്ക് കേൾക്കാം. പിടികിട്ടി ഇതവന്മാർ തന്നെ. നോക്കി നിൽക്കാതെ അവന്റെ കാല് രണ്ടും തല്ലി ഒരിക്കണ. അയ്യോ, എന്റെ കാലല്ല അവന്റെ കാല. അതെ അതെ, പൊന്നപ്പനല്ലട തങ്കപ്പന, നീ തങ്കപ്പന. താങ്ക് യു. അടുത്തതായിട്ട് മലയാള സിനിമയിൽ ഒട്ടനവധി അമ്മാവൻ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കോഴിക്കോട് നാരായണൻ നായർ. അദ്ദേഹത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല എന്ന് വരും. എങ്കിലും ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അമ്മാവൻ കഥാപാത്രങ്ങൾ നൽകി. ഈ നരസിംഹം എന്ന സിനിമയിലെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന കഥാപാത്രത്തെ അനുകരിച്ചുകൊണ്ട് ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് അനുകരിക്കുകയാണ്. ഓ, മണപ്പള്ളി മാധവൻ നമ്പ്യാരുടെ ഭാരാഭിമാനത്തിന് ഇതിൽ കൂടുതൽ കളങ്കമേൽക്കാറുണ്ടോ? അത് വേഗമകൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്കിൽ പാസ്സായവൻ. അതെ, മണപ്പള്ളി മാധവൻ നമ്പ്യാർ. ആസിഫ് തന്നെ അതും കൂടെ നിൽക്കുന്നവർക്ക് എതിരെ നിന്ന യമൻ. താങ്ക് യു. അടുത്തായി മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കാർന്നൂർ വേഷങ്ങൾ ചെയ്ത പ്രിയപ്പെട്ട ശങ്കരാടി ചേട്ടന്റെ ശബ്ദം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിലേക്ക് നിർത്തില്ല. അവിടെ താനെന്തൊരു മോശത്തരം കാണിച്ച് എനിക്കൊരു കുഴപ്പമില്ല. കടയിലൊന്ന് പോകണം, ഒരിച്ചിരി കൊപ്പറപ്പിണ്ണാക്ക്, ഒരിച്ചിരി തേങ്ങ പിണ്ണാക്ക് ഇതിലങ്ങോട്ട് കൊടുത്താൽ ശര പറയുന്ന ഇങ്ങോട്ട് കറക്കിയെടുക്കാം. അപ്പോൾ ഞാനങ്ങോട്ട് താങ്ക് യു. ഇതുപോലെ തന്നെ ഈ ഇശൽസിന്റെ ഗ്രൂപ്പിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദിയും സ്നേഹവും കടപ്പാടും എന്റെ അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ താങ്ക് യു. നല്ലൊരു കൈയടി. താങ്ക് യു സോ മച്ച്.